ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും UAE പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ചൊവ്വാഴ്ച ഇന്ത്യയിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. തന്ത്രപരമായ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് ഹംദാന് ഉച്ചവിരുന്നൊരുക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ രണ്ടാം ദിവസമായ 9-ാം തീയതി ഷെയ്ഖ് ഹംദാൻ മുംബൈ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ ബിസിനസ്സുകാരുമായുള്ള ബിസിനസ് റൗണ്ട് ടേബിളിലും അദ്ദേഹം പങ്കെടുക്കും. വളർച്ച കാര്യക്ഷമമാക്കുന്നതിനും നവീകരണം വർദ്ധിപ്പിക്കുന്നതിനും സുപ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രധാന രാജ്യാന്തര പങ്കാളികളുമായി തന്ത്രപരമായ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള UAE നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതിനായിരിക്കും ഈ സന്ദർശനം. സമീപ വർഷങ്ങളിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ UAEയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുകയുണ്ടായി. 2024 വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഗുജറാത്തിലെത്തിയ UAE പ്രസിഡന്റിന് ഇന്ത്യയിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ന് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു. സെപ്റ്റംബർ 9-ന് അദ്ദേഹം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു. മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം രാജ്ഘട്ടും സന്ദർശിച്ചു. UAEയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ, സാംസ്കാരിക, ജനങ്ങൾ തമ്മിലുള്ള കൈമാറ്റങ്ങളിൽ ദുബായ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. UAEയിൽ ഏറ്റവും കൂടുതലുള്ള വിദേശികളിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ. 2024 UAEയിലെ ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം 4 ദശലക്ഷത്തിലെത്തിയിരുന്നു. ഹജ്ജ് സീസണിന് മുന്നോടിയായി 14 രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള ബിസിനസ് വിസിറ്റ് വിസകൾ, ടൂറിസ്റ്റ് വിസകൾ, ഫാമിലി വിസിറ്റ് വിസകൾ എന്നിവയുൾപ്പെടെയുള്ള ഹ്രസ്വകാല വിസകൾ നൽകുന്നത് താൽക്കാലികമായി സൗദി അറേബ്യ നിർത്തിവെച്ചു. 2025 ഏപ്രിൽ 13 മുതൽ പ്രാബല്യത്തിൽ വരുന്ന മൊറട്ടോറിയം ഇന്ത്യ, ഈജിപ്ത്, പാകിസ്ഥാൻ, യമൻ, തുനീഷ്യ, മൊറോക്കോ, ജോർദാൻ, നൈജീരിയ, അൾജീരിയ, ഇന്തോനേഷ്യ, ഇറാഖ്, സുഡാൻ, ബംഗ്ലാദേശ്, ലിബിയ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ബാധകമാവുക. നിലവിൽ വിസ കൈവശമുള്ള ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏപ്രിൽ 13 വരെ രാജ്യത്ത് പ്രവേശിക്കാം. ഏപ്രിൽ 29-ന് മുമ്പ് അവർ രാജ്യം വിടണമെന്നും ഗൾഫ് ന്യൂസ് പങ്കുവച്ച വാർത്തയിൽ പറയുന്നു. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ തീർത്ഥാടന ആവശ്യങ്ങൾക്കല്ലാത്ത വിസകൾ ഉപയോഗിച്ച് ധാരാളം തീർത്ഥാടകർ രാജ്യത്തേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് സൗദി സർക്കാരിന്റെ ഈ നിർണായക തീരുമാനം. സൗദിയിലെ തീർത്ഥാടനത്തിന്റെ സുരക്ഷയും സംഘാടനവും ഉറപ്പാക്കുന്നതിനും മികച്ച രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സൗദി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഹജ്ജ് സീസണിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഈ തീരുമാനം ഉണ്ടായതെന്ന് ഈജിപ്തിലെ ടൂറിസം കമ്പനികളുടെ ചേംബർ അംഗമായ ബാസിൽ അൽ സീസി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ അറിയിച്ചു. മദുരയിൽ നിന്നും ദുബൈയിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം സാങ്കേതിക തകരാർ മൂലം മസ്കറ്റിൽ അടിയന്തരമായി ഇറക്കി. യാത്രക്കാർ നിലവിൽ മസ്കറ്റ് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:30-ന് മദുരയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം 3:30-ഓടെ മസ്കറ്റ് എയർപോർട്ടിൽ ഇറക്കുകയായിരുന്നു. ഭക്ഷണവും വെള്ളവും ലഭിച്ചില്ലെന്നും യാത്ര തുടരുന്ന കാര്യത്തിൽ അധികൃതർ വ്യക്തത തരുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. ബസ് മാർഗം UAEയിൽ എത്തിക്കാമെന്ന് അറിയിച്ചെങ്കിലും അതിലും ഇതുവരെ വ്യക്തതയില്ല. മസ്കറ്റിൽ നിന്നും സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ ലഭ്യമല്ലാത്തതും യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കി. കേരള സെക്ടറുകളിലേക്ക് യാത്ര ചെയ്യാൻ ഇതാണ് നല്ല സമയം. മസ്കറ്റ്, സലാല വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലെ 4 നഗരങ്ങളിലേക്കും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുകയാണ് വിവിധ വിമാന കമ്പനികൾ. കോഴിക്കോട്, കൊച്ചി സെക്ടറുകളിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. അടുത്ത മാസം ആദ്യവാരത്തിൽ വരെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാം. മടക്കയാത്രാ നിരക്കുകളും കുറഞ്ഞിട്ടുണ്ട്.
എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ, ഒമാൻ എയർ, ഇൻഡിഗോ വിമാനങ്ങളിലെല്ലാം താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് വെബ്സൈറ്റുകളിൽ നൽകിയ നിരക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് 27 റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിലവിലെ നിരക്ക്. മെയ് 1 വരെ ഈ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. കൊച്ചിയിലേക്ക് ഏപ്രിൽ 30 വരെ 29 റിയാലാണ് നിരക്ക്. മെയ് ആദ്യവാരത്തിലും നിരക്ക് 35 റിയാൽ മാത്രമാണ് വരുന്നത്. മസ്കറ്റ് തിരുവനന്തപുരം റൂട്ടിൽ 36 റിയാലാണ് നിരക്ക്. ഏപ്രിൽ 30 വരെ ഈ തുകയ്ക്ക് ടിക്കറ്റ് ലഭിക്കും. മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് 40 റിയാലാണ് നിലവിൽ ടിക്കറ്റിന് ചെലവ് വരുന്നത്. ഏപ്രിൽ 19 മുതൽ നിരക്ക് വീണ്ടും കുറഞ്ഞ് 35 റിയാലാകും. ഈ മാസം അവസാനം വരെ ഈ നിരക്ക് തുടരും. സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും 35 റിയാലിന് ടിക്കറ്റ് കിട്ടുമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കും ടിക്കറ്റ് നിരക്ക് കുറഞ്ഞു വരികയാണ്. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ സെക്ടറുകളിൽ നിന്നും മസ്കറ്റിലേക്ക് 40 റിയാലിനും 50 റിയാലിനും ഇടയിലാണ് നിലവിലെ നിരക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ 100 റിയാലിന് മുകളിലായിരുന്നു ഈ റൂട്ടുകളിൽ ടിക്കറ്റിന് ഈടാക്കിയിരുന്നത്. പെരുന്നാൾ അവധി കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെയും പ്രവാസികൾക്കരികിലേക്ക് നാട്ടിലെ അവധിക്കാലം ആഘോഷിക്കാൻ വരുന്ന കുടുംബങ്ങളുടെയും ഒഴുക്ക് കുറഞ്ഞത് ടിക്കറ്റ് നിരക്ക് കുറയാൻ കാരണമാക്കി. ഇതിനിടെ ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ സാഹചര്യം മുതലെടുത്ത് നാട്ടിലേക്ക് പോകുന്നവരുമുണ്ട്. എങ്കിലും സീസണുകളെ അപേക്ഷിച്ച് യാത്രക്കാർ കുറവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറഞ്ഞ യാത്രക്കാർ മാത്രമാണ് വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത്. നിലവിലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് മെയ് അവസാനത്തോടെ വീണ്ടും കൂടും. ജൂൺ, ജൂലൈ മാസങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ നിരവധി പ്രവാസി കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. 4 ഇരട്ടി വരെ ഉയരുന്ന ടിക്കറ്റ് വില വർധനവിൽ നിന്നും രക്ഷപ്പെടാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പലരും. അതേസമയം കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാകുന്നത് വിഷു ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കേറെ ആശ്വാസമാകും. അവധിക്കാലത്തെ വിഷുവിന് നാട്ടിൽ ലഭിക്കുന്ന പ്രാധാന്യം വേറെ തന്നെയാണ്. എല്ലാ വർഷവും വിഷുക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന ചില പ്രവാസികളുമുണ്ട്. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും താമസക്കാർക്കും സന്ദർശകർക്കും വിനോദ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് പബ്ലിക് പാർക്കുകളുടെ വികസനവും അടിസ്ഥാന സൗകര്യ നവീകരണങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് ദാഖിലിയ ഗവർണറേറ്റ് അധികൃതർ 2026 ആദ്യ പാദത്തോടെ നിസ്വയിലെയും ജബൽ അക്തറിലെയും പാർക്ക് പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബനി ഖാലിദിൽ വെള്ളക്കെട്ടുകളും അരുവികളും കാണാനും 3,20,000-ൽ പരം ആളുകളാണെത്തിയത്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിലായി 32,142 സഞ്ചാരികൾ എത്തിയതായും വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു.